ഇന്നിപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ നമ്മളിന്ന് മഷ്റൂം കൊണ്ട് നമ്മളെ കൂൺ മസാലക്കറിയാണ് ഇപ്പം ഇന്ന്. ഇപ്പോൾ കുറേ ദിവസമായി ഞങ്ങൾ കൂൺ വാങ്ങിയിട്ടും. അപ്പോൾ അതാണ് ഇപ്പം ഇന്ന്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതാണ് പാക്കറ്റ്. പിന്നെ മെഴുക്ക് വരട്ടിയുണ്ട്, ബീറ്റ്റൂട്ടിൻ്റെ പച്ചടിയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇപ്പം ഇന്ന്. മസാലക്കറിയാണ് ഇപ്പം നമ്മളെ ഉച്ചയ്ക്ക് ഊണിന് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കായി. നമ്മളെ വ്യൂസ് വിത്ത് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വലിയ കൂന, നല്ല വട്ടക്കൂന. അപ്പോൾ ഇനി നമുക്ക് കൂൺ ഒക്കെ നന്നാക്കി എടുക്കുകയാണ്. പിന്നെ ഇങ്ങനെ ഒരു പുറത്തുള്ള തൊലി പൊളിക്കണം, പിന്നെ ആ കറുത്ത അതൊക്കെ കളയാണ്ട്. അപ്പോൾ അതൊക്കെ ഇനി ചെയ്യാണ്. അപ്പം അമ്മ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പണ്ട് പിന്നെ ഇടി വെട്ടിയിട്ടുള്ള കൂണും അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ അന്ന് കിട്ടിയിരുന്നത്. അപ്പം പിന്നെ സൂപ്പർ മാർക്കറ്റിലും മറ്റു കടകളിലൊക്കെ കിട്ടുന്നതാണ്. അപ്പം അങ്ങനെ ഒരു പാക്കറ്റ് വാങ്ങിയതാണ്. ഞങ്ങൾക്ക് ആവശ്യത്തിന് കഴിക്കേണ്ടായിരിക്കും ഇതുപോലെ ഒരു പാക്കറ്റ് വാങ്ങിയാൽ. പിന്നെ ഇപ്പോൾ നമുക്കിതാ തേങ്ങ ഇവിടെ ചിരകി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് അരച്ചെടുക്കണം. ആദ്യം അത് ചെയ്തു വെക്കുകയാണ്. അതിൽ നമുക്ക് ചെറിയ ഉള്ളി ചേർത്ത് അതവിടെ അരച്ച് വെച്ചു. ഇനിയിപ്പോൾ അതിലേക്കുള്ള മറ്റു ചേരുവകൾ തക്കാളി, അതുപോലെ വലിയ ഉള്ളി, പച്ചമുളക്, അതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. ഇത് നമ്മളിങ്ങനെ വെച്ചാൽ വഴറ്റിയിട്ടല്ല ഉണ്ടാക്കുന്നത്. പണ്ടൊക്കെ കൂടുതൽ ഈ ചട്ടിയിൽ നമ്മൾ കലച്ചട്ടിയൊക്കെ അങ്ങനെയുള്ള ചട്ടികളിലൊക്കെ നേരെ വേവിച്ച് അതായത് പൊടികളൊക്കെ ചേർത്ത് വേവിച്ചിട്ട് പിന്നെ വറുത്തിടുമായിരുന്നു കൂടുതൽ ചെയ്തിരുന്നത്. അതായത് അങ്ങനെ ഒരു രീതി, വഴറ്റിലല്ല. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്നത് നമ്മൾ ഈ ചട്ടിയിൽ. എല്ലാം കൂടി ചേർന്ന് പാകത്തിന് തന്നെ ഉള്ളൂ. നമുക്ക് മുളക് പൊടി അത് ചേർക്കാം, മല്ലിപ്പൊടി അത് ചേർക്കാം, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. പിന്നെ പാകത്തിന് വെള്ളം. പിന്നെ ഏതായാലും ഇത് വേവട്ടെ. നമ്മളിതിനെ വഴറ്റിയിട്ടല്ല, ഇങ്ങനെയാണ്. പണ്ടൊക്കെ എങ്ങനെയായിരുന്നു കൂടുതൽ വെച്ചിരുന്നു പൂന്ന അമ്മ പറയുന്നത്. പിന്നെ നമ്മൾ ചെറിയ ഉള്ളി വഴറ്റിയിടും അവസാനം. ഇതിൻ്റെ വേവട്ടെ. ഏറെക്കുറൊക്കെ വെന്ത് വരുന്നുണ്ട്. വെള്ളമൊക്കെ പാകം തന്നെയാണ്. അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞ ശേഷം പിന്നെ നല്ല പോലെ വെന്തു. അപ്പോഴാണ് നമ്മൾ തേങ്ങ അരച്ചത് അത് ചേർക്കുന്നത്. നല്ല ഉഷാറായി. ഇപ്പോൾ അരച്ചതാണ് ചേർന്നപ്പോൾ നല്ല പാകത്തിനായി. ഇനി നമുക്ക് കറിവേപ്പില അത് ചേർത്ത് കൊടുക്കാം. പിന്നെ വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി നമുക്ക് വഴറ്റി ഇടണം. ഇങ്ങനെ അവസാനം വഴറ്റിയിടുക ചെയ്യുന്നത്. പിന്നെ ഇനി നമുക്കുള്ളത് എന്താ വെച്ചാൽ
പാവയ്ക്ക, ഈ ഒരൊറ്റ പാവയ്ക്ക. അതുകൊണ്ടൊരു നമ്മളൊരു മെഴുക്ക് പറ്റി. പിന്നെ അമ്മയ്ക്ക് പൊതുവെ പാവയ്ക്ക വലിയ താല്പര്യമില്ല, എനിക്ക് പിന്നെ ഇഷ്ടമാണ്. ഇനിയിപ്പോൾ അതിലൊരു വലിയ ഉള്ളിയും കൂടി ചേർത്ത് കരിഞ്ഞ് ഇനി ഈ ഒരു ചട്ടിയിൽ ഇപ്പോൾ ഇതിൽ നമുക്ക് വേവിച്ചെടുത്തിട്ട് പിന്നെ മെഴുക്ക് തുളുക്കിയേ വേണ്ടു. വെളിച്ചെണ്ണ ആവശ്യത്തിന് നമ്മൾ ഉപ്പും ചേർത്ത് ഇതിപ്പോൾ നമ്മൾ അങ്ങനെ വേവിച്ചെടുത്തു. ഒക്കെ വെളിച്ചെണ്ണയൊക്കെ തുളിച്ച് നല്ലപോലെ ഒന്നുകൂടി വലിയിച്ചെടുക്കും. അപ്പം അതും ഇവിടെ റെഡിയായി. കൊണ്ടാട്ടമുളക് ഉള്ളത് ഇവിടെ ഉണക്കാട്ടിട്ടുണ്ട് അമ്മ. ഉണങ്ങി വരുന്നുള്ളൂ അല്ലേ? നമ്മളെ പൂച്ചകളൊക്കെ വലിയ പൂച്ച പിന്നോടെ വിശ്രമത്തിലാണ്. ഇന്ന് കുറഞ്ഞൊരു മഴക്കാറുണ്ട്. ചെറിയ പൂച്ചക്കുട്ടികൾ ഇവിടെ ഉണ്ട്. അതൊക്കെ ഇപ്പം ഇനി ഉച്ചഭക്ഷണത്തിന് റെഡി ആയിട്ടുള്ള അതാണിപ്പോൾ. അതിനുള്ള ഒരുക്കാണ് ഇവർ. ആയാലും ഊണ് കഴിക്കായി. അമ്മയ്ക്ക് ചോറ് കൊടുക്കാം. പിന്നെ ഇപ്പോൾ നമ്മളെ കൂണിൻ്റെ മസാലക്കറി, പാവയ്ക്ക പിന്നെ മെഴുക്ക് പറ്റി കുറച്ച് അമ്മയ്ക്ക് വേണ്ടു. പിന്നെ ഇപ്പം ഇന്ന് നമ്മൾ ബീട്രൂട്ട് കൊണ്ടുള്ളൊരു നമ്മൾ സാധാരണ പച്ചടി പോലെ തന്നെ അത് ഉണ്ടാക്കിയിട്ടുണ്ട്. പപ്പടം കാച്ചിയതുണ്ട്. അങ്ങനെയാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമന്റ് ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കും. നമുക്കടുത്ത് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം.